എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആന്തൂസ് കിച്ചൺ. ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. കളറിനായി നമ്മൾ ഫുഡുകളിൽ ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ് ഇന്ന് വളരെയധികം മാർക്കറ്റിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ ഫുഡ് കളേഴ്സ് വളരെ നാച്ചുറലായി കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തന്നെ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫുഡ് കളർ നമുക്ക് വീട്ടിൽ നാച്ചുറൽ ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 4 ടൈപ്പ് കളേഴ്സാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ഗ്രീൻ, ഒന്ന് ബീട്രൂട്ടിൻ്റെ റെഡ് കളർ, പിന്നെ പർപ്പിൾ, മഞ്ഞ. അങ്ങനെ 4 ടൈപ്പ് കളേഴ്സ് നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് പച്ച കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്പിനാച്ചാണ്, ഗ്രീൻ സ്പിനാച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് കസ്തൂരി മഞ്ഞളാണ്, അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 3 വലിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു റെഡ് കളറിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട്, പിന്നെ ഇത് പർപ്പിൾ കളറിന് വേണ്ടിയിട്ട് ബ്ലൂബെറിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 200 ഗ്രാംസ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറും യെല്ലോ കളറും റെഡ് കളറും പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ 3 ഐറ്റംസും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കണേ. പിന്നെ പർപ്പിൾ കളർ ഉണ്ടാക്കാനായിട്ട് ബ്ലൂബെറി നമ്മൾ വേവിക്കുന്നില്ല, അത് നമ്മളിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് 3ഉം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കണത്, അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഗ്രീൻ സ്പിനാച്ച് ഞാനിപ്പോൾ ഈ സോസ് പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ്സ് വേവിച്ചെടുക്കണം. പിന്നെ ഈ ഗ്രീൻ സ്പിനാച്ച് മുങ്ങി കിടക്കത്തക്ക വിധത്തിലാണ് നമ്മളിതിന് വെള്ളം ഒഴിച്ചേക്കുന്നത്. അതൊരു 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ബീട്രൂട്ട് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്, അപ്പോൾ അതിനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതും തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാനിപ്പോൾ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്, അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുക്കർ അടച്ച് വെച്ച് നമ്മളൊരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കും. മഞ്ഞൾ വേവിക്കാനായിട്ട് ഞാൻ വേറൊരു സോസ് പാനിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒരു 15 മിനിറ്റ്സോളം വെന്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിക്കണേ. ഇപ്പം നമ്മൾ ബീട്രൂട്ടും നമ്മുടെ ഗ്രീൻ സ്പിനാച്ചും മഞ്ഞളും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഞാനിപ്പോൾ നമ്മുടെ ഗ്രീൻ സ്പിനാച്ച് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറി. അപ്പോൾ അതിന് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല പേസ്റ്റായിട്ട് അതിൻ്റെ പ്യൂരി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യണേ. ഇനി വെള്ളം ഒഴിക്കണം, അല്ലാണ്ട് അത് അരയ്ക്കാൻ പറ്റണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു 2 സ്പൂണ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, നല്ല അടിപൊളി ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യണേ. ഒരു അരിപ്പ് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അരിക്കണ സമയത്ത് കട്ടി കൂടിപ്പോയി കുറച്ച് നേർപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വെള്ളം ചീര വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ കുക്കറിൽ, അത് ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. തണുത്ത വെള്ളം പുറത്തുനിന്നുള്ളത് ഒഴിക്കരുത്. ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ തന്നെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിത് പ്യൂരി നമ്മളിനി അരിച്ചെടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഇത് അരച്ചെടുക്കാൻ നേരത്തെ ഒഴിക്കാൻ പാടുള്ളൂ. തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലൂബെറി നമ്മളിവിടെ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലൊരു പ്യൂരി തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ബ്ലൂബെറി ആണ്, അത് നല്ല ജ്യൂസിയാണ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പ്യൂരി തയ്യാറാക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ വെള്ളം ഇപ്പോഴും ശ്രദ്ധിക്കുക, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യുക. നമ്മളിപ്പോൾ പ്യൂരി ഇതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യണേ. മഞ്ഞൾ നമ്മളിവിടെ പ്യൂരി ആക്കിയിട്ടുണ്ട്, അത് നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ 4 ടൈപ്പ് കളേഴ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചെറിയ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പർപ്പിൾ കളറാണ്, ബ്ലൂബെറിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. യെല്ലോ കളറാണിത്. ഇത് ബീട്രൂട്ടിൽ നിന്ന് എടുത്ത റെഡ് കളറാണ്. ഇപ്പം നമ്മളിവിടെ 4 കളേഴ്സും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്താണ്. ഇതൊരു 4 മുതൽ 6 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും.
നമുക്ക് ഫുഡിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെ ഒരു വാട്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കളർ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു 2-3 ഡ്രോപ്സ് ഞാൻ ഈ വാട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നമ്മുടെ കളർ നല്ല അടിപൊളി കളറായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സൂപ്പർ റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത്. ബ്ലൂബെറിയുടെ കളറാണ് നമ്മളിനി ആഡ് ചെയ്യണേ. കണ്ടോ, നല്ല. ഇനി നമുക്ക് യെല്ലോ കളർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല ബ്രൈറ്റ് യെല്ലോ കളറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് അധികം നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. ഇത് വളരെ ഒരു 5 വീക്സ് അല്ലെങ്കിൽ 6 വീക്സ് വരെ മാക്സിമം നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ യാതൊരു കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും